നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഡിസംബർ മാസം 10-ാം തീയതി 1201 ആണ്ട് വൃശ്ചിക മാസം 24-ാം തീയതി ബുധനാഴ്ച. ഇന്ന് മകം നക്ഷത്രമാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ദിവസം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ചിലപ്പോൾ ഒരാഴ്ചയിൽ തന്നെ 1-2 ദിവസമൊക്കെ ആയിരിക്കും നമുക്ക് നല്ലൊരു ദിവസം കിട്ടണേ. 7 ദിവസം ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസവും നല്ല ദിവസം കിട്ടാതെയും വരും. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ദിവസം പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ് ദൈവം. മകൻ നക്ഷത്രം, ശുഭനക്ഷത്രം, ശുഭദിനം. അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം ഇന്ന് കൊള്ളാം. എല്ലാ ശുഭകാര്യങ്ങൾക്കും ഈ സമയം അനുകൂലപ്രദമാണ്. അപ്പോൾ എന്ത് കാര്യങ്ങൾക്ക് വേണോ നമുക്കിന്ന് ഇറങ്ങാം. ഇറങ്ങുന്ന കാര്യം വിജയിക്കും. അത് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായാലും ശരി, മറ്റേതെങ്കിലും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനായാലും ശരി, മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് ആരെങ്കിലും മീറ്റ് ചെയ്യാനായാലും ശരി, ഏറ്റവും അനുകൂലപ്രദമായ ഒരു ദിവസമാണ്. അതുപോലെ നമുക്ക് ഈ വൃശ്ചിക മാസത്തിലെ മകൻ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ്. സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. ചെയ്യുന്ന തൊഴിലിൽ പുരോഗതി വരും. അത് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ഇൻക്രിമെൻറ്റോ പ്രമോഷനോ അവർക്ക് ലഭിക്കും. ഇല്ല, ബിസിനസ്സാദി കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരാളാണെങ്കിൽ ആ ബിസിനസ്സിൽ അവർക്ക് അപ്രതീക്ഷിത വിജയം ഉണ്ടാവും. ബിസിനസ് ഡെവലപ്പാവും. ഇല്ല, പുതിയ എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, ബിസിനസ് തുടങ്ങാനോ മറ്റേതെങ്കിലും വഴികളിലൂടെ ശ്രമിക്കാനോ പോകുന്നവർക്ക് വിജയ സാധ്യത ഉണ്ടാകുന്ന കാലഘട്ടം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് വിജയസാധ്യത മുന്നിൽ നിൽക്കുകയാണ്. നമ്മളെ വഴി ഓപ്പണായി കിടക്കുകയാണ്. നമ്മൾ ഇറങ്ങണം. തടസ്സമില്ല. ഈ തടസ്സമില്ലാതെ കിട്ടുന്ന ഈ ഒരു വർഷം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. പ്രധാനമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ഏറ്റവും അനുകൂലപ്രദമാണ്. കാരണം ബുധൻ വിദ്യാകാരകനും കൂടിയാണ്, ബുദ്ധികാരകനാണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത റിസൾട്ട് കിട്ടും. അപ്പോൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. അപ്പോൾ നല്ലൊരു വർഷം നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാഹുകാല സമയം നോക്കുമ്പോൾ ഇന്ന് നമ്മൾ കലണ്ടറിൽ രാഹുകാലം ഇട്ടിരിക്കുന്നത് 12 മണി മുതൽ 1:30 മണി വരെ എന്നാണ്. അപ്പോൾ 12 മണി മുതൽ 1:30 മണി വരെ എന്ന് ഇട്ടിട്ടുണ്ടെങ്കിലും 12:17 രാഹുകാലം തുടങ്ങുകയുള്ളൂ. 12:17 രാഹുകാലം തുടങ്ങുകയും 1:43 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് ശുഭയാത്രയ്ക്ക് എടുക്കരുത്. അതുപോലെ തന്നെ ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയവും വരുന്നത്, ഗുളികൻ്റെ സമയം 10:52 തൊട്ട് 12:17 വരെയും, യമകണ്ഠ കാല സമയം 8 മണി മുതൽ 9:26 വരെയും, 8 തൊട്ട് 9:26 വരെയും ഈ സമയവും ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എന്നത്തെ പോലെ ഉണ്ട്. അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ ആവശ്യമില്ല. ഇന്ന് നല്ല മുഹൂർത്തമുള്ള ദിവസമാണ്. എന്നാലും അഭിജിത്ത് മുഹൂർത്തം 11:53 തൊട്ട് 12:41 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ കാലയളവുണ്ട്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴും വസ്ത്രധാരണത്തിൽ, കാരണം പ്രപഞ്ചത്തിൽ നിന്ന് ബുധൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടി പച്ച കളറോ പച്ച മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. അപ്പോൾ ഇന്നത്തെ ദിവസം ഐശ്വര്യപ്രദമായ ദിവസമാണ്. എല്ലാവർക്കും സർവ്വ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.